എഴുത്തുകാരി, രാഷ്ട്രീയ പ്രവർത്തകൻ. അവളുടെ ശബ്ദം അത് ഭരണകൂടത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മധുരമല്ല ഈ ഓണം, രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമവും വിലക്കയറ്റവും ഇറക്കുമതി ചെയ്യാൻ കേന്ദ്രം. മിസ നാടകം വീണ്ടും പ്രദർശിപ്പിക്കും. നാടകത്തെ വക്രീകരിച്ചതിന് പിന്നിൽ കോൺഗ്രസ് ലിങ്ക് BJP സഖ്യം. 1 ലക്ഷം യുവതി-യുവാക്കൾക്ക് CPR പരിശീലനം ദൗത്യം ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ. ദേവപ്രിയക്ക് കരുതലായി സ്നേഹവീട്, പിണറായി വിജയൻ താക്കോൽ കൈമാറി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി. അഭയം നാളെ അരങ്ങിൽ. വാർത്തകളിലേക്ക് കടക്കാം. രാജ്യത്ത് പഞ്ചസാര വില കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിൽ 10 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ കസ്റ്റംസ് തീരുവയില്ലാതെ താരിഫ് റേറ്റ് കോട്ട വ്യവസ്ഥയിൽ 2026 ഒക്ടോബർ 31 വരെയാണ് ഇറക്കുമതിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. കരിമ്പ് വൻതോതിൽ എത്തനോൾ ഉൽപാദനത്തിനായി മാറ്റിയതാണ് വിപണിയിൽ പഞ്ചസാര ക്ഷാമത്തിന് കാരണമായത്. ഇന്ധന ലക്ഷ്യങ്ങളും രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സർക്കാരിനായില്ല. ആഭ്യന്തര പഞ്ചസാര ഉൽപാദന സീസൺ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തിരുവയില്ലാത്ത ഇറക്കുമതി അനുവദിക്കുന്നത് പ്രാദേശിക വിപണിയിലെ വില കുറയ്ക്കുകയും കർഷകർക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നു. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ പഞ്ചസാര വില റെക്കോർഡ് നിരക്കിലെത്തിയിരുന്നു. വിപണിയിലെ കൃത്രിമത്വം സമയബന്ധിതമായി തടയുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടു. നിർദ്ദിഷ്ട നിർബന്ധങ്ങൾക്ക് വിധേയമായി 10 ലക്ഷം മെട്രിക് ടൺ വരെ ചുങ്കരഹിതമായി ഇറക്കുമതി ചെയ്യാമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് നോംസ് പ്രകാരം അഡ്വാൻസ് ഓതറൈസേഷൻ ലഭിച്ചവർക്ക് TRQ സ്കീമിലേക്ക് മാറാൻ ഒറ്റത്തവണ അവസരവും നൽകിയിട്ടുണ്ട്. TRQ നിയന്ത്രണവും ഈ മാറ്റവും സംബന്ധിച്ച നടപടിക്രമങ്ങൾ അടങ്ങിയ പൊതുവിജ്ഞാപനം DGFT ഉടൻ പുറത്തിറക്കും. ഓഗസ്റ്റ് 20 വരെ അഡ്വാൻസ് ഓതറൈസേഷൻ പ്രകാരം ഇറക്കുമതി ചെയ്ത പഞ്ചസാരയ്ക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. 2 മാസത്തിനിടെ പഞ്ചസാരയുടെ വില 40% വർധനമാണ് ഉണ്ടായത്. വിപണിയിൽ ലഭ്യത കുറഞ്ഞതാണ് വില കുതിച്ചുയരാൻ കാരണമായത്. വരാനിരിക്കുന്ന ഓണ സീസണിന് മുന്നോടിയായി ഉണ്ടായ ഈ വില വർധനവ് ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപഭോഗമുള്ള രാജ്യമാണ് ഇന്ത്യ. ആഭ്യന്തര വിപണി ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ നേരത്തെ തടഞ്ഞിരുന്നു. മിസ നാടകം വീണ്ടും പ്രദർശിപ്പിക്കും. നാടകത്തെ വക്രീകരിച്ചതിന് പിന്നിൽ കോൺഗ്രസിൻ BJP സഖ്യം. പുഷ്പൻ നഗർ അടിയന്തരാവസ്ഥ കാലത്തെ മർദ്ദന വായിച്ച് തുറന്നു കാട്ടുന്ന മിസ നാടകത്തെ വക്രീകരിച്ചതിന് പിന്നിൽ കോൺഗ്രസ് BJP ഗൂഢ സംഘമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പ്രസിഡന്റ് V വസീഫ് എന്നിവർ പറഞ്ഞു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. സമ്മേളന മികവ് ഇല്ലാതാക്കാനും യുവജന പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാനും വ്യാജ വാർത്തയിലൂടെ ലക്ഷ്യമിട്ടത്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കോൺഗ്രസ് നേതാവാണ് എഡിറ്റ് ചെയ്ത് വക്രീകരിച്ച രംഗം നവമാധ്യമങ്ങളിൽ ആദ്യം പ്രചരിപ്പിച്ചത്. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് UDF നേതാക്കളെല്ലാം ഇത് ഷെയർ ചെയ്യുന്നു. DYFI CPM വനിതാ നേതാക്കളുടെ ഉൾപ്പെടെ ചിത്രങ്ങളും വെട്ടിയൊട്ടിച്ച് വക്രീകരിക്കുന്നു. കോഴിക്കോട് ചിലങ്ക അവതരിപ്പിച്ച മിസ അവസാന ശ്വാസത്തിന്റെ രാഷ്ട്രീയം എന്ന നാടകം അടിയന്തരാവസ്ഥ കാലത്ത് കലാകാരിയായ സ്നേഹലത റെഡ്ഡിയെ തടവറയിൽ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് വിധേയമാക്കിയ അധികാര പ്രഭുക്കൾക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ നാടകം DYFI സംസ്ഥാന സമ്മേളനത്തിലെ പൊതുസമ്മേളന വേദിയിൽ ശനിയാഴ്ച വീണ്ടും അവതരിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഒരു പേര് ഭരണകൂടത്തിന്റെ ഭയമായി മാറി. നാടക പ്രവർത്തക, എഴുത്തുകാരി, രാഷ്ട്രീയ പ്രവർത്തകൻ. അവളുടെ ശബ്ദം അത് ഭരണകൂടത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണ്. DYFI സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിച്ച മിസ എന്ന നാടകത്തിന്റെ ഒരു ഭാഗം. കോഴിക്കോട് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ നിരവധി വേദികളിൽ അവതരിപ്പിച്ച മിസ ഇതുവരെ നേരിടാത്ത സദാചാരാക്രമണമാണ് നേരിടുന്നത്. കഴിഞ്ഞ 8 വേദികളിലും നേരിടാത്ത ആക്രമണം മിസയ്ക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് അത് പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം ഒന്നുകൊണ്ടും ആ രാഷ്ട്രീയം കൃത്യമായ ഇടങ്ങളിൽ എത്തി എന്നതുകൊണ്ട് മാത്രമാണ്. അതിലെ ഒരു രംഗത്തെ മാത്രം മുറിച്ചെടുത്ത് സദാചാരത്തിന്റെ കണ്ണടയിലൂടെ നോക്കുന്നവർ മറക്കാനും ശ്രമിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ
ഒരു ജനത അനുഭവിച്ച തീക്ഷ്ണമായ പീഡനങ്ങളെയാണ്. Who is this woman? Many of us may find it hard to recognize her. She is Snehalata Reddy, a celebrated actress of South Indian cinema from a bygone era. But that is only part of her identity. In 1975, then Prime Minister Indira Gandhi declared a state of emergency. Snehalata Reddy took to the streets in protest against the authoritarian regime. She participated in peaceful demonstrations. What made her an even bigger target for the government was a close association with the socialist leader George Fernandez. നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമായ ചിന്നു ചിലങ്കയുടെ വാക്കുകൾ. മിസ എന്ന നാടകം പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. കൃത്യമായ നമ്മുടെ വലതുപക്ഷ ഭരണകൂടത്തിനെതിരെയാണ് നമ്മൾ പറയുന്നത്. ഭരണകൂടത്തിന്റെ നരഹത്യ പ്രവൃത്തികൾക്കെതിരെയാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അത് 1975 അടിയന്തരാവസ്ഥയിൽ നിന്നും തുടങ്ങി ഇന്നത്തെ 2026 കാലഘട്ടത്തിലെ രാഷ്ട്രീയം വരെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണകൂട ഭീകരതകൾ, മിസ എന്ന ആക്ട് പ്രകാരം അന്ന് ഒരുപാട് മനുഷ്യരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അത് സമൂഹത്തിന് വേണ്ടി പോരാടിയതുകൊണ്ടും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടും ചോദ്യം ചോദിച്ചതുകൊണ്ടും മാത്രമാണ്. അത് തന്നെയാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുന്ന മനുഷ്യരെ, സമരം ചെയ്യുന്ന മനുഷ്യരെ അടിച്ചമർത്തുകയാണ്. അന്ന് മിസ എന്നൊരു ആക്ട് ആണെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് അവർ പറയുന്ന അവരുടെ ബൈസുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാതാക്കുക. അങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇന്നത്തെ ഭരണകൂടം അതിനെ നേരിടുന്നത്. ഇത് തന്നെയാണ് മിസ പറയുന്നത്. മിസ, ഞാൻ പറഞ്ഞതുപോലെ മിസ കൃത്യമായ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. മിസയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കും കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അതെ, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നാടകത്തിലൂടെ കൃത്യമായ രാഷ്ട്രീയം അവർ പറഞ്ഞു. അതാർക്കാണോ കൊള്ളേണ്ടത് അവർക്ക് കൊണ്ടു. എന്താണ് ആ രാഷ്ട്രീയം? എന്താണ് സദാചാരവാദികളെ അസ്വസ്ഥമാക്കുന്ന ആ ചരിത്രം? കലാകാരിയായതിന്റെയും ചോദ്യം ചോദിച്ചതിന്റെയും പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ ഭരണകൂട പീഡനം നേരിട്ട് മരണപ്പെട്ട സ്നേഹലത എന്ന സ്ത്രീയുടെ കഥയാണ്, അല്ലെങ്കിൽ ജീവിതമാണ് മിസ. കരിമ്പിൻ തോട്ടങ്ങളിലും ഫാക്ടറികളിലും ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീ തൊഴിലാളികളിൽ നിന്ന് ആരംഭിച്ച് ഇന്നും തുടരുന്ന അധികാരത്തിന്റെയും ചൂഷണത്തിന്റെയും കഥകളിലൂടെയാണ് മിസ എന്ന നാടകം സഞ്ചരിക്കുന്നത്. സ്നേഹലത ജയിലിൽ ഒരു ഡയറി സൂക്ഷിച്ചിരുന്നു. 1977 കർണാടക ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി പ്രിസം ഡയറി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഈ ഡയറിയിൽ സ്നേഹലത റെഡ്ഡി ഇങ്ങനെ എഴുതി: ഒരു സ്ത്രീ ജയിലിനകത്തേക്ക് കടന്നാലുടൻ അവർ എല്ലാവരുടെയും മുന്നിൽ നഗ്നയാക്കപ്പെടുന്നു. പീഡനങ്ങൾ തുടരുന്നു. ഒരു മനുഷ്യ ശരീരം ഇത്രമാത്രം ഹീനമായി അപമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യത്വരഹിതമായ രീതികൾക്ക് ആരാണ് ഉത്തരവാദി? മറ്റു വനിതാ തടവുകാരുടെ അവകാശങ്ങൾക്കായി സ്നേഹലത ജയിലിലും പോരാടി. സഹതടവുകാർക്ക് നേരെ നടന്നിരുന്ന അതിക്രമങ്ങൾക്കെതിരെ നിരാഹാര സമരം നടത്തി. എന്നാൽ ഏകാന്ത തടവും ജയിലിലെ മോശം സാഹചര്യങ്ങളും സ്നേഹലതയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു. 8 മാസം നീണ്ടുനിന്ന കൊടിയ പീഡനങ്ങൾക്ക് ശേഷം 1977 ജനുവരി 15 അവർക്ക് പരോൾ അനുവദിക്കപ്പെട്ടു. പരോളിൽ പുറത്തിറങ്ങി 5-ാം ദിവസം 1977 ജനുവരി 20 സ്നേഹലത ഈ ലോകത്തോട് വിട പറഞ്ഞു. അവർക്കുമേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഒന്നും തെളിയിക്കപ്പെട്ടില്ല. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദമാക്കാനുള്ള അധികാരത്തിന്റെ രാഷ്ട്രീയം ഇന്നും അവസാനിക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് സ്നേഹലതയുടെ ജീവിതം വരച്ചുകാട്ടുന്ന മിസ മുന്നോട്ട് വെക്കുന്നത്. കലയെ വക്രീകരിച്ച് രാഷ്ട്രീയായുധമാക്കാൻ ഭരണകൂടവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുമ്പോൾ അതിനെതിരായ പോരാട്ടം തുടർന്നേ മതിയാകൂ. ഇപ്പോൾ നാം നിശബ്ദരായാൽ നാളെ നാം ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്ന സാമൂഹ്യ തലങ്ങളിലൊക്കെ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നമ്മെ കാർന്നു തിന്നും. 1 ലക്ഷം യുവതി യുവാക്കൾ CPR പരിശീലനം ദൗത്യം ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ. 1 ലക്ഷം യുവതി യുവാക്കൾക്ക് CPR പരിശീലനം നൽകുന്ന ദൗത്യം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുമെന്ന് യൂത്ത് ബ്രിഗേഡ് നേതൃത്വത്തിൽ ഇത് നടപ്പാക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, പ്രസിഡന്റ് V വസീഫ് എന്നിവർ പറഞ്ഞു. ഒരു യൂണിറ്റിലെ 5 പേർക്കെങ്കിലും ശാസ്ത്രീയമായി CPR പരിശീലനം നിർബന്ധമായും ലഭിക്കും. കൂടുതൽ പേർക്ക് പരിശീലനം നൽകി ബഹുജന ക്യാമ്പയിനായി വളർത്താനാണ് തീരുമാനം. പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനം ശനിയാഴ്ച ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനം നഗരിയിൽ നടക്കും. മിസ എന്ന നാടകത്തിന്റെ രംഗങ്ങൾ വക്രീകരിച്ച് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിച്ച BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ് സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഒഫീഷ്യൽ ഹാൻഡിലുകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പേരുകൾക്കെതിരെയും അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയവർക്കെതിരെയും ഡിവൈഎഫ്ഐ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദേവപ്രിയക്ക് കരുതലായി സ്നേഹവീട്, പിണറായി വിജയൻ താക്കോൽ കൈമാറി. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ റെക്കോർഡോടെ സുവർണ്ണ നേട്ടം കൈവരിച്ച കാൽവരി മൗണ്ട് പാലത്തും തലയ്ക്കൽ ദേവപ്രിയ ഷൈബുവിനും കുടുംബത്തിനുമായി CPIM ജില്ലാ കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ
പ്രതിപക്ഷ നേതാവും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ കൈമാറി. 25 ലക്ഷം രൂപ മുതൽ മുടക്കിൽ കാൽവരി മൗണ്ട് കൂട്ടക്കൊൽ കല്ല് കാമാക്ഷി റോഡരികിൽ 4 കിടപ്പുമുറികളും ഹാളും സിറ്റ് ഔട്ടും അടുക്കളയും വർക്ക് ഏരിയയും ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളുമാണ് ഉള്ള വീടാണ് പൂർത്തീകരിച്ചത്. ദേവഭവൻ എന്നാണ് വീടിന്റെ പേര്. ഡിവൈഎഫ്ഐ 5 ലക്ഷം രൂപയുടെ ഫർണിച്ചറുകളും മഹിളാ അസോസിയേഷനും കർഷക സംഘവും മറ്റ് വീട്ടുപകരണങ്ങളും കൈമാറി. കായികമേളയിൽ റെക്കോർഡ് തിരുത്ത് കുറിച്ച് ഉടൻ തന്നെ CPIM ജില്ലാ സെക്രട്ടറി CP വർഗീസ് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയായിരുന്നു. 2025 ഒക്ടോബർ 29 വീടിന് കല്ലിട്ടു. ചടങ്ങിൽ നേതാക്കളായ KK ജയചന്ദ്രൻ, MM മാണി, CV വർഗീസ്, KP മേരി, റോമിയോ സെബാസ്റ്റ്യൻ, MJ മാത്യു, PB സബീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അഭയം നാളെ അരങ്ങിൽ. നവനീത നാടക വീട്ടിന്റെ ആഭിമുഖ്യത്തിൽ അഭയം നാളെ കണ്ണൂരിൽ അരങ്ങിലെത്തും. ശനിയാഴ്ച വൈകിട്ട് 6-ന് കണ്ണൂർ ജവഹർ ലൈബ്രറിയിലാണ് പ്രദർശനം. അനി നടക്കാവ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന നാടകത്തിൽ വത്സല നാരായണൻ, നവജീത് നാരായണൻ എന്നിവർ വേദിയിൽ എത്തുന്നു. ഒരു അമ്മയും മകനും പങ്കിടുന്ന ജീവിതവും ബന്ധവും അവനുഭവങ്ങളും വേദിയിൽ പുതിയൊരു നാടക ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഈ വ്യത്യസ്തമായ കലാനുഭവമാണ് പ്രേക്ഷകരോട് പങ്കിടുന്നത്. നാടകാവതരണത്തിന് നിന്നും ലഭിക്കുന്ന തുകയിൽ നിന്നും ചെറിയൊരു ഭാഗം എൻഡോസൾഫാൻ ബാധിതനായ ഒരു കുട്ടിക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ടിക്കറ്റുകൾക്ക് കൗണ്ടറിൽ നിന്നും ലഭിക്കും. ഓണാഘോഷ പരിപാടിക്ക് തുടക്കമായി. APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ ഓണാഘോഷ പരിപാടിക്ക് തുടക്കമായി. ജോയ്ഫുൾ ജൂനിയേഴ്സ് പ്രീ സ്കൂൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിവിധ കായിക മത്സരങ്ങൾ നടന്നു. കുട്ടികളുടെ പുഞ്ചിരി മത്സരവും നടന്നു. ചിറക്കൽക്കുളം മദ്രസ അദിനിയ LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുഞ്ചിരി മത്സരം നടന്നു. വൈകിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സിനിമ നൻപകൽ നേരത്ത് മയക്കം പ്രദർശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 മുതൽ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ പെർഫ്യൂം നിർമ്മാണത്തിൽ പരിശീലനം നൽകും. ചലച്ചിത്ര പുസ്തകോത്സവം 24 ആരംഭിക്കും. 31 വരെ പുസ്തകോത്സവം തുടരും. വിവിധ ദിവസങ്ങളിൽ ചലച്ചിത്ര പ്രദർശനവും നടക്കും. 26-ന് തിരുവോണ ദിവസം വീടുകളിൽ പൂക്കള മത്സരം നടക്കും. വലിയ വളപ്പുകാവ്, കാൽടെക്സ്, തെക്കി ബസാർ, താവക്കര പ്രദേശങ്ങളിൽ വീടുകളിലാണ് മത്സരം. രജിസ്ട്രേഷൻ 9895 963172 9497 56522. 31-ന് സമാപന ദിവസം കവിതാ പുസ്തക പ്രകാശനം നടക്കും. പരിശോധന ശക്തമാക്കാൻ കളക്ടറുടെ നിർദ്ദേശം. വിവിധ പരിശോധന സ്ക്വാഡുകൾ രൂപീകരിച്ചു. പൊതുജനങ്ങൾക്ക് 9446823000 പരാതികൾ അറിയിക്കാം. ഓണക്കാലം സുരക്ഷിതമാക്കുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും വിവിധ മേഖലകളിൽ പരിശോധനകൾ കർശനമാക്കാനും ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് 1ാം സീസൺ അവസാനിക്കുന്നത്. ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധനകൾ ശക്തിപ്പെടുത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചത്. ഓണം പ്രമാണിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത തുടങ്ങിയ തടയുന്നതിനായി ജില്ലാ താലൂക്ക് തലത്തിൽ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾ ഇതിനകം രൂപീകരിച്ചിട്ടുണ്ട്. പരിശോധന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിനായി ഡെപ്യൂട്ടി കളക്ടർമാർക്ക് താലൂക്കുകളിലൂടെ ചുമതലയും നൽകി. DM ഡെപ്യൂട്ടി കളക്ടർ, തലശ്ശേരി സബ് കളക്ടർ, LR ഡെപ്യൂട്ടി കളക്ടർ, തളിപ്പറമ്പ് RTO ഡെപ്യൂട്ടി കളക്ടർ എന്നിവരാണ് താലൂക്ക് തല ചാർജ് ഓഫീസർമാരായി നിയമിച്ചത്. അതിർത്തികൾക്ക് പുറമെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും പരിശോധന യൂണിറ്റുകൾ സ്ഥാപിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ S. സ്വാതി, ADM PN പുരുഷോത്തമൻ, DM ഡെപ്യൂട്ടി കളക്ടർ KG പ്രാൺ സിംഗ്, വകുപ്പ് തലവന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി. കണ്ണൂർ അഴീക്കോട് നുച്ചിത്തോട് ആയങ്കി ഹൗസിൽ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി ഉത്തരവായി. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് അംഗീകരിച്ചു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തുമെന്നുമാണ് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അത് തടയുകയെന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം അനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. രുചി വൈവിധ്യങ്ങളുടെ KTTC പായസമേളയ്ക്ക് തുടക്കം. വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളുമായി KTTC പായസമേളയ്ക്ക് തുടക്കമായി. പായസമേള താവക്കര ലൂംലാൻഡിൽ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു.
കോർപ്പറേഷൻ വികസന സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ലിഷ ദീപക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് വിശിഷ്ടാതിഥിയായി. ബോർഡ് അംഗം ബാബു ഗോപിനാഥ്, ലൂം ലാൻഡ് മാനേജർ വിനോദ് കുമാർ, KTDC മലബാർ കോർട്ട്യാർഡ് ജനറൽ മാനേജർ സുജിൽ മാത്യു, ഫ്രാൻഡ് ഓഫീസർ മാനേജർ രാരിനാരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലൂം ലാൻഡ് അങ്കണത്തിലൊരുങ്ങിയ പായസ വിൽപ്പന കൗണ്ടറും TO മോഹനൻ MLA ബാബു ഗോപിനാഥന് ആദ്യ വിൽപ്പന നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പായസത്തിലെ വൈവിധ്യ രുചികൾ ആസ്വദിച്ചാണ് അതിഥികൾ മടങ്ങിയത്. പൈനാപ്പിൾ, കാരറ്റ്, പാലട പായസം എന്നിവയാണ് വിപണിയിലായി ഒരുക്കിയിരിക്കുന്നത്. പായസത്തിന് പുറമെ KTDC ഒരുക്കുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 25, 26 ഉത്രാടം, തിരുവോണം നാളുകളിൽ ലഭ്യമാക്കും. ഓണസദ്യക്ക് 500 രൂപയും പാർസലിന് 550 രൂപയുമാണ് നിരക്ക്. ഓണസദ്യയും പായസവും മുൻകൂർ ബുക്കിംഗിന് 9400008681 04972960 എന്നീ നമ്പറുകളിൽ വിളിക്കാം. മത്സ്യ ഉൽപ്പന്നങ്ങളുമായി കണ്ണൂർ കളക്ടറേറ്റിൽ സാഫ് ഓണച്ചന്ത ആഘോഷത്തിന്റെ ഭാഗമായി സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ സാഫിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ ആരംഭിച്ച ഓണച്ചന്ത കണ്ണൂർ തഹസിൽദാർ രത്നേഷ് ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. വനിതാ മത്സ്യത്തൊഴിലാളി സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും അവരുടെ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനും ഓണച്ചന്ത സഹായകരമാകുമെന്ന് തഹസിൽദാർ പറഞ്ഞു. വനിതാ മത്സ്യത്തൊഴിലാളി സംരംഭകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന വിവിധയിനം പലഹാരങ്ങൾ, കടൽ വിഭവങ്ങൾ, മത്സ്യ ഉൽപ്പന്നങ്ങൾ, മറ്റ് സാഫ് ഉൽപ്പന്നങ്ങൾ എന്നിവ ഓണച്ചന്തയിൽ ലഭ്യമാക്കും. ഓണം വാരാഘോഷം കണ്ണൂരിൽ നാളെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ. കേരള ടൂറിസം വകുപ്പിന്റെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 24 ആരംഭിക്കുന്ന ഓണ വാരാഘോഷത്തിന്റെ മുന്നോടിയായി നാളെ വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വൈകിട്ട് 5 മണി മുതൽ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ അൻവിക അനുമോദന സംഘവും അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ്, ഡോക്ടർ വികാ ശിവാനന്ദിന്റെ നേതൃത്വത്തിലുള്ള യോഗ ക്ലബും അവതരിപ്പിക്കുന്ന യോഗ ഡാൻസ്, നജ്മുദ്ദീൻ MP നയിക്കുന്ന മിമിക്രി, കിങ്ങിണി വനിതാ വയോജന സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള കരോക്കെ, താപം ഗ്രാമവേദിയുടെ നാടൻപാട്ട്, ഗിരിധന്റെ നേതൃത്വത്തിലുള്ള കരോക്കെ, DDA കണ്ണൂർ അവതരിപ്പിക്കുന്ന ഫയർ ഡാൻസ് എന്നിവയാണ് നടക്കുക. ഓണവാരാഘോഷത്തിന്റെ ഭാഗമായുള്ള വിളംബര ജാഥ ഇന്ന് വൈകിട്ട് 5-ന് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ചു. അർജുന നേതൃത്വം, കളരിപ്പയറ്റ്, ശിങ്കാരിമേള തുടങ്ങിയ വിളംബര ജാഥയിൽ അരങ്ങേറി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി.